പിടിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ പിടുത്തം വിട്ടു. ഈ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ 2 പേർക്കാണ് പിടുത്തം വിട്ടിരിക്കുന്നത്. ഒരാൾ നമ്മുടെ തൃശ്ശൂരിലെ മുൻ മേയർ വർഗീസാണ്. രണ്ടാമത്തെയാൾ നൂർബിനാത്താണ്. 2 പേർക്കും പിടുത്തം വിട്ടു. ഒരാൾക്ക് അകത്ത് കയറാനായിട്ടുള്ള പിടുത്തം വിടലാണ്, രണ്ടാമത്തെ ആൾക്ക് പുറത്തു പോകാനുള്ള പിടുത്തം വിടലുമാണ്. ഈ മനുഷ്യൻ അധികാരത്തിൻ്റെ ആർത്തിയും ആഗ്രഹവും അസ്വസ്ഥതയും വന്നാൽ പിന്നെ കിടന്നു പൊറുക്കാൻ ഒക്കില്ല, പൊളഞ്ഞു മരിക്കും. സത്യത്തിൽ ഈ ഇലക്ഷനുമായി കണ്ട ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ട 2 കാഴ്ചകളാണത്. ഒന്നാമത്തെ, ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കെ 2 പേരുടെ നിയന്ത്രണമാണ് നഷ്ടപ്പെട്ടത്. ഒരാളുടെ നിയന്ത്രണം അകത്തേക്ക് കയറാൻ, മറ്റേ ആളുടെ നിയന്ത്രണം പുറത്തേക്ക് ഓടാനോ എന്തോ ചെയ്യാനാണെന്ന് അറിഞ്ഞുകൂടാ, ഏതാണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള വെപ്രാളത്തിലാണ്. ആദ്യത്തേത് വർഗീസിൻ്റേതാണ്. ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടു, വർഗീസ് മാപ്പെഴുതി കൊടുത്തിട്ട് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. ഞാൻ സത്യത്തിൽ ഓർത്തു, ഈ തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർക്ക് വേറൊരു ജോലിയില്ലെന്ന്. എന്താണെന്ന് വെച്ചാൽ, ഒരു നിർണായകമായ സമയത്ത് പാർട്ടിയെ ഒറ്റി എതിർ പാർട്ടിക്കാരോടൊപ്പം ചേർന്ന് അവിടെ മേയറായി, അതിനകത്തിരിക്കുമ്പോൾ അവരെയും വിറ്റ് സുരേഷ് ഗോപിയുടെ കൂടെ നടന്ന് അദ്ദേഹത്തിൻ്റെ മേയറായി, പിന്നെ അതുപയോഗിച്ച് എന്തെങ്കിലും പഴുതി രക്ഷപ്പെടാൻ നോക്കി, ഒരു രക്ഷയുമില്ലാതെ കാലാവധി തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടുമില്ലാതെ കറങ്ങി നടക്കുമ്പോഴാണ് UDFന് ഭരണം കിട്ടുമോ എന്നൊരു സാധ്യത കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വേഗം അകത്ത് കയറിയാൽ ആ കഴിഞ്ഞു പോയ 5 വർഷം ഉൾപ്പെടെ ലാഭം, ഇനിയിപ്പോൾ കിട്ടുന്നതും ലാഭം. അത് പ്രതീക്ഷിച്ച് അദ്ദേഹം വന്നപ്പോൾ വാരി കോരിയെടുക്കാൻ നിൽക്കുന്നു കോൺഗ്രസ് പാർട്ടിക്കാർ. അതാണ് ഒന്നാമത്തെ വെപ്രാളം. രണ്ടാമത്തെ ആൾ നമ്മുടെ നൂർബിന റഷീദ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയോ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ അന്താരാഷ്ട്ര ജനറൽ സെക്രട്ടറി പദവിയോ മറ്റോ വഹിച്ചിരുന്ന ഒരാളാണ്. നൂർബിന മാഡമാണ് അടുത്ത ആൾ പൊട്ടിത്തെറിച്ച് എന്താ പറയുന്നത്, ഭയങ്കരമായി പാർട്ടിക്ക് വേണ്ടിയും ഒക്കെ ചെയ്ത സേവനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് രാജിവെച്ചിരിക്കുന്നത്. ആ രാജിയുടെ കാര്യം വളരെ നിസ്സാരമായി പറഞ്ഞാൽ ശുദ്ധമായ അസൂയയാണ്, അതുണ്ടാക്കുന്ന അസ്വസ്ഥതയാണ്. എന്താണെന്ന് വെച്ചാൽ, സാധാരണ വനിതാ സംഘടനാ പ്രവർത്തകർക്ക് ഏതെങ്കിലും വനിതകൾക്ക് സ്ഥാനം കിട്ടുകയോ അല്ലെങ്കിൽ അവരുണ്ടാവുകയോ ചെയ്യലാണ് പ്രധാനം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതലേ അങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നില്ല എന്ന ആരോപണവും ചർച്ചയുമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരുപാട് എന്താ പറയുന്നത്, ഓരോ നാടിൻ്റെയും ഇതിൻ്റെ പാരമ്പര്യത്തിൻ്റെയും മതപരമായ പല സംഗതികളുടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നെ ഒരു ലീഗിൻ്റെ ആത്മീയ നേതാവെന്ന് പറയാവുന്ന ഒരാൾ ഒരു ചിത്രമെടുത്ത് കാണിച്ചിട്ട് ഇങ്ങനെ ഫാത്തിമ തെഹ്ലിയയും ഷാഫി പറമ്പിലും തമ്മിൽ കയ്യിൽ ഇങ്ങനെ മുട്ടുന്ന ചിത്രത്തിലൂടെ മാത്രം അവർ നരകത്തിലേക്ക് പോകുന്ന കഥയൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോഴും അവശേഷിക്കുന്ന കാലത്താണ് ഇതേ നൂർബിന റഷീദിന്, എൻ്റെ അറിവ് ഓർമ്മ ശരിയാണെങ്കിൽ, 2 തവണ സീറ്റ് കൊടുത്തത്. നൂർബിനകത്ത് അതിനകത്തൊരു കാര്യമുള്ളത്, ഈ നമുക്ക് ശേഷം ഒരു കാലം വരുമ്പോൾ ചിലപ്പോൾ അതിന് കഴിവും കരുത്തുമുള്ള പുതിയ തലമുറയിലെ ആണോ പെൺകുട്ടികളോ ഒക്കെ ആയിട്ടുള്ളവർക്ക് അവസരം കിട്ടുകയും അവർ അവിടങ്ങളിൽ ഒരു സ്വീകാര്യരായി മാറുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇത്ര അസ്വസ്ഥപ്പെടേണ്ട ഒരു കാര്യമില്ല, യാതൊരു കാര്യമില്ല. അത്ര അസ്വസ്ഥത ആവർത്തിച്ചുണ്ടാകുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇലക്ഷൻ കഴിയുന്നത് വരെ ഇത്ര TV-യോ പത്രമോ നോക്കാതിരുന്നാൽ മതിയായിരുന്നു. കാരണം TV-യും മൊബൈലും എല്ലാം നോക്കുമ്പോൾ ഫാത്തിമ തെഹ്ലിയ ആൾക്കൂട്ടത്തിന് നടുവിലൂടെ ഇങ്ങനെ എന്താ പറയുന്നത്, ഭയങ്കര വൈബ് ഉണ്ടാക്കി ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. പേരാമ്പ്ര പിടിച്ചു കളയും എന്ന് പറയുന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നു. രാഹുൽ ഗാന്ധി വരുന്നു, ഭയങ്കര ആൾക്കൂട്ടം. അതുപോലെ തന്നെ ജയന്തിയും കൂത്തുപറമ്പിൽ ആളുകളെ കാണുന്നു, അതിന് പോകുന്നു ഇതിന് പോകുന്നു, അങ്ങനെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേക്ക് അതിൽ അമിതമായ മതേതരത്വം വരുന്നു എന്നൊക്കെ പുറത്ത് പറയുന്നെങ്കിലും അത് മതേതരത്വത്തിൻ്റെ വിഷയമൊന്നുമല്ല. ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത അസൂയയും കുശുമ്പും വളരുമ്പോഴുണ്ടാകുന്ന ഒരു അധികാരമോഹത്തിൻ്റെ ആർത്തിയാണ്. കിട്ടിയ അവസരങ്ങൾ വിജയിച്ചില്ല. കിട്ടിയ അവസരങ്ങളിൽ പലപ്പോഴും മണ്ഡലങ്ങൾ പലതും നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിന് ശേഷം ആരെങ്കിലും പുതിയ തലമുറയിൽ നിന്ന് പ്രവർത്തിക്കാനുണ്ടാവുമ്പോൾ സാധാരണ അക്കാര്യത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ലീഗിൽ എത്രയോ വനിതകളുണ്ട്. ഒരുപാട് ലീഗിൻ്റെ ആളുകൾക്ക് ഓരോ കുടുംബങ്ങളിൽ നിന്ന് വെച്ച് വിളമ്പി കൊടുത്തവർ, ഭർത്താക്കന്മാർ തിളങ്ങി നിൽക്കുമ്പോഴും വെറും നിഴലായി മാത്രം വീട്ടിൽ നിൽക്കുന്ന ആളുകൾ, അധികാരമോ അഹങ്കാരമോ അത്തരം പദവിയും ഒന്നും മോഹിക്കാതെ വളരെ നിശബ്ദമായി സമൂഹത്തിൻ്റെ സേവകരായി ഒക്കെ കഴിഞ്ഞുപോയ കടന്നുപോയ ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. അതിൻ്റെ മേൽ ഇത്രയും വലിയ പൊട്ടിത്തെറിയൊന്നും തെറിക്കത്തക്ക നിലയിലുള്ള ഒരു സംഭാവനയും സാമൂഹ്യ സേവനത്തിലോ രാഷ്ട്രീയത്തിലോ ലീഗ് രാഷ്ട്രീയത്തിലോ ഒന്നും നൂർബിനാത്ത ചെയ്തിട്ടില്ല എന്നുള്ളത് ആരെങ്കിലും ഒന്ന് നൂർബിനാത്താർക്ക് അടുപ്പമുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്.
എന്നിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിപ്പം രാജിവെച്ചു, പൊട്ടിത്തെറിച്ചു, അത് ചെയ്തു, ഇത് എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ ഒരു 0% ഇമ്പാക്റ്റാണ് ഇതിലാകെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ നമ്മൾ അപഹാസ്യരാകാതെ, പ്രത്യേകിച്ച് ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണെന്നറിയോ, അവിടെ ഓരോ ആളുകളുടെ സ്വീകാര്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാം അതാണതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പല പാർട്ടിയിലും പലരും ജാതിയും കണക്കും വെച്ചെണ്ണുമ്പോൾ ആ കണക്ക് ഒപ്പിച്ച് വരാൻ കഴിയാത്തതിൻ്റെ കാരണം ആ മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ ആ ആളിനെ നിർത്തിയെങ്കിലേ പറ്റുള്ളൂ. പേരിനല്ലാത്തൊരാളിനെ കൊണ്ട് നിർത്തിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പം നൂർബിനാത്തായ മലപ്പുറത്ത് കൊണ്ട് നിർത്തിയാലും തോറ്റുപോകും, വേങ്ങരയെ കൊണ്ട് നിർത്തിയാലും തോറ്റുപോകും. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് വേണം കാര്യങ്ങളെ രൂപപ്പെടുത്താൻ. അതുകൊണ്ട് ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു ഉള്ളത്, അവർക്കാണ് സ്വർഗവുമുള്ളത്.